എൻ്റെ വിശാഖപട്ടണവും പിന്നെ ഇപ്പോഴത്തെ കേരളവും. കൂറ്റൻ റിഫൈനറികളും സ്റ്റീൽ പ്ലാന്റുകളും നേവൽ ഡോക്യാർഡും ഈസ്റ്റേൺ സീബോർഡ് റീജിയണൽ കോസ്റ്റ് ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സും ഈസ്റ്റേൺ നേവൽ കമാൻഡും സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ സ്ഥലം. ഷിപ്പ് ബിൽഡിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന വൈശാഖ് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ നഗരവും കൂടിയാണ്. ആ നഗരത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ട് ഞാനിപ്പോൾ 1.5 വർഷത്തോളം പിന്നിടുന്നു. പച്ചപ്പരവതാനി വിരിച്ച മലകളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം മനോഹരമായ കടൽ തീരങ്ങളാൽ സമ്പുഷ്ടവുമാണ്. ഡോൾഫിൻ നോസിൽ നിന്നും നോക്കിയാൽ കാണുന്ന കടലിൻ്റെയും തീരത്തിൻ്റെയും അഴക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ്. കുന്നുകളെ വകഞ്ഞുമാറ്റി നിർമ്മിച്ചിരിക്കുന്ന വളഞ്ഞും തിരിഞ്ഞും പോകുന്ന റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാതെ വന്നു ചേരുന്ന ഒരു സുഖം അനുഭവിച്ചു തന്നെ മനസ്സിലാക്കണം. വൈശാഖിൽ നിന്നും 2 ദിവസം മുമ്പേ യാദൃച്ഛികമായി റോഡ് മാർഗം കേരളത്തിലേക്ക് സഞ്ചരിച്ച ഞാൻ അതിർത്തി കടന്നപ്പോൾ കണ്ട കാഴ്ചകളുടെ വിസ്മയത്തിലാണ് ഇപ്പോഴും. നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് കഴിഞ്ഞെങ്കിലും വിജയഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിയപ്പെട്ടു എങ്കിലും മീനമാസത്തിലെ കട്ടിയുള്ള ഉഷ്ണത്തിനോടൊപ്പം രാഷ്ട്രീയ കരുനീക്കങ്ങളും കത്തിജ്വലിച്ചു തന്നെ നിൽക്കുന്നു. അണികളും പിന്നണികളും അനുകൂല പട്ടികകളും ഫ്ലക്സ് ബോർഡുകളും ശക്തിപ്രകടനങ്ങളും റോഡ് ഷോകളും വയറു നിറയെ കണ്ടുണരുന്ന മലയാളികൾ ഇപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എടുത്ത തീരുമാനം അത് ശരിയായിരുന്നോ? ജനങ്ങൾക്ക് വേണ്ടത് കേരളം ഭരിക്കാനൊരു നല്ല മുഖ്യമന്ത്രിയെയാണ്. ആ മുഖ്യമന്ത്രിയെ നെല്ലും പതിരും വേർതിരിച്ച് എന്നു കിട്ടും? തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിലംപരിശായെങ്കിലും കേരളത്തിൽ ത്രിമൂർത്തിപ്പോര് ഇപ്പോഴും ത്രിശങ്കു സ്വർഗത്തിൽ തന്നെ. അധികാരക്കൊതി സ്വപ്നം കാണുമ്പോൾ ആരാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്? അല്ലേ? ഞാനായിട്ട് പിറകിലേക്കില്ല, മറിച്ച് ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ എന്തും അനുസരിക്കും. എന്തു നല്ല ചുണക്കുട്ടികൾ! കേരളം ആര് ഭരിക്കും? ഇതിപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിനേക്കാൾ വലിയ ആകാംക്ഷയായിപ്പോയി. എന്തായാലും കാത്തിരിപ്പിൻ്റെ 10 നാളുകൾ പിന്നിടുമ്പോൾ ഉത്തമനായ ഒരു മുഖ്യനെയാണ് കേരളം സ്വപ്നം കാണുന്നത്. ഒരു കാര്യം ഉറപ്പ്, ആര് മുഖ്യമന്ത്രിയായാലും ഭരണപക്ഷത്തു നിന്ന് തന്നെ ഒരു പ്രതിപക്ഷത്തെയും പ്രതീക്ഷിക്കാം. ഏതിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുമെങ്കിലും ഈ സമയം ഇച്ചിരി കൂടിപ്പോയി. അവസാനം പാലാഴി കടഞ്ഞെടുത്ത അമൃതുമായി ഹൈക്കമാൻഡ് എത്തി. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശന് അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. സ്നേഹപൂർവം, സന്തോഷ് കുറുപ്പ്.